നഷ്ടസ്വർഗങ്ങളെ 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 നിങ്ങളെ നീക്കൊരു ദുഃഖസിംഹാസനം നൽകി തപ്തനിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി നഷ്ടസ്വർഗങ്ങളെ മനസ്സിൽ പീലി വിടർത്തി നിന്നാടിയ മായമയൂരമിന്നെവിടെ കൽപ്പന മഞ്ജുമയൂരമിന്നെവിടെ അമൃത കുംഭങ്ങളാൽ അഭിഷേകമാടിയ ആഷാഢ പൂജാരിയെവിടെ അകന്നേ പോയി മൂകിൽ അലിഞ്ഞേ പോയി അനുരാഗമാരിവിൽ മറഞ്ഞേ പോയി നഷ്ടസ്വർഗങ്ങളെ കരളാലവളൻ കണ്ണീരു കോരി കണ്ണിലെൻ സ്വപ്നങ്ങളെഴുതി ചുണ്ടിലെൻ സുന്ദര കവനങ്ങൾ തിരുകി ഒഴിഞ്ഞൊരാ വീതിയിൽ കൊഴിഞ്ഞൊരൻ കാൽപ്പാടിൽ വീണപൂവായവൾ പിന്നെ അകന്നേ പോയി നിഴൽ അകന്നേ പോയി അഴലിൻ്റെ കഥയതു തുടർന്നേ പോയി നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീയൊരു ദുഃഖസിംഹാസനം നൽകി തപ്തനിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി Very nice. Thank you. Nice. Arjun. Hey.
അർജുൻ ഹലോ സൂപ്പർ ആയിരുന്നടാ. താങ്ക് യു ഇവനെ ഈ ഗ്യാപ്പിലൊക്കെ സാധാരണ സ്റ്റെപ്പ് ഒക്കെ ഇടുമല്ലോ, ഈ പാട്ടിലൊന്നും ചെയ്യാനില്ലല്ലോ. ഞങ്ങളവിടെ നിന്ന് ചിരി. ഇവൻ സ്റ്റെപ്പ് ഇട്ടിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഒരു സ്റ്റെപ്പ് ഇട്ടത് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. ഇടയിലിങ്ങനെ ഞാൻ മൈൻഡ് കാമാക്കാൻ വേണ്ടി അങ്ങനെയല്ലേ, ഇങ്ങനെ സ്വർഗങ്ങളേക്ക് എന്ത് സ്റ്റെപ്പ് ഇടാനാണ്? സ്റ്റെപ്പ് ഇടാനാ. അല്ല, നീ എന്തിനാ ലാസ്റ്റ് ചിരിച്ചത്? പാത്തോസ് റൗണ്ട് അല്ലേ? ശരിയാണ്, പക്ഷെ എനിക്ക് ഭയങ്കര കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് നൈസായിട്ട് ഒന്ന് ചില്ല് ചെയ്യാൻ, സോറി, മൈൻഡ് ഒന്ന് കാം ചെയ്യാൻ. അല്ല, മൈൻഡ് ഒന്ന് കാമാക്കാൻ വേണ്ടി ഞാൻ തന്നെ ചിരിച്ചതാ. ആണല്ലേ? അപ്പൊ പാത്തോസിന്റെ ഒരു വൈബ് മാറിയിട്ടുണ്ടാവോ? കുഴപ്പമില്ല, മാറിയിട്ടുണ്ടാവും. മാറിയിട്ടുണ്ടാവും. അല്ല, ഉണ്ടാവില്ല. ആർക്കും കുഴപ്പമില്ലെന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. ശരത് സാർ. അർജുനെ സാറേ, ഉഗ്രം പാട്ട്, ഉഗ്രം പാട്ട്, നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. അർജുൻ നന്നായിട്ട് തന്നെ പാടി. അതിനോട് കുറച്ച് എനിക്ക് ഒന്ന് പാടിത്തരേണ്ടത്. യെസ് സർ. ആ നൽകി എന്നുള്ളത് കുറേയും കൂടെ ബ്യൂട്ടിഫുൾ ആവാമെന്ന് തോന്നി. നന്നായിട്ടൊക്കെ അതിൻ്റെ അത് ഒരു സുഖമാവാതെ. ദുഃഖസിംഹാസനം നൽകി 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 ചെറിയ വിബ്രാട്ടോ നൽകി. അതുപോലെ തപ്ത നിശ്വാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒന്ന് പാടാമോ? തപ്ത നിശ്വാസങ്ങൾ ചാമരം അത് അങ്ങനെ ചാമരം അത് ആ ചായയുടെ ഒരു ഓ കിടക്കുന്നുണ്ട്, അതങ്ങ് മാറ്റുക കേട്ടോ. തപ്ത നിശ്വാസങ്ങൾ ചാമരം. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. നന്നായിട്ട് പാടി അർജുൻ. താങ്ക് യു സർ. മനോഹരം. താങ്ക് യു സർ. ഷാനിക്ക. അർജുനെ സാർ, അടിപൊളിയായിട്ട് പാടാം. താങ്ക് യു സർ. താങ്ക് യു. ഞാൻ ആകെ നൽകി ആണ് ഞാൻ ഒരു വര ഇട്ടത്. പിന്നെ ഇതാ ബാക്കി കാര്യങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ശരത്തേട്ടൻ പറഞ്ഞു. അപ്പം അതാണ് എനിക്ക് ആ നൽകിയാണ് മെയിനായിട്ട്. അത് കുറച്ചുകൂടെ മൊത്തത്തിൽ കുറച്ചുകൂടെ ഒരു ഫീൽ ആവാമായിരുന്നു എന്നുള്ളൊരു ഹോട്ട് മാർക്ക്. കേട്ടോ, അടിപൊളിയായിട്ട്. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. എം ജി സർ. അർജുൻ സാർ, കാച്ചി മുക്കി. കാച്ചി മുക്കിയോ? കാച്ചി മുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് കച്ചേരിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് പറയുന്നൊരു പ്രയോഗമാണ്. ഇന്നത്തെ കച്ചേരി കാച്ചി മുക്കിന്ന്. താങ്ക് യു സർ. ബലേ ഭേഷം എന്നൊക്കെ പറയുന്നതിന്റെ വേറൊരു പര്യായമാണ്. അപ്പൊ എന്തായാലും നന്നായിരുന്നു കേട്ടോ, താങ്ക് യു സർ. നന്നായിട്ട് പാടി. ഈ പറഞ്ഞൊക്കെയാണ് ചെറിയ ചെറിയ സംഭവങ്ങളാണ്. ഈ നഷ്ടസ്വർഗങ്ങളെ എന്നുള്ള സംഗതി ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ടൈം പോയെങ്കിലും കുറച്ച് ആടിയെങ്കിലും സെക്കൻഡ് ടൈം വന്നപ്പോഴത്തേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സർ. അപ്പം അർജുന് പാടാൻ അറിയാവുന്നുള്ളത് ക്ലിയർ ആക്കി അവിടെ. പിന്നെ ഇതിന്റെ ഒരു വേദിയിൽ നിന്ന് പാടുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതായത് ലാസ്റ്റിലത്തെ ആ തത്വനിശ്വാസങ്ങൾ അതൊന്ന് ഒന്ന് പഠിക്കും. ലാസ്റ്റ് വെരി എൻഡ് തപ്ത നിശ്വാസങ്ങൾ ചാമരം. ചോമരമല്ല, ചാമര. തപ്ത നിശ്വാസങ്ങൾ ചാമരം. അമ്മനെ അതൊരു ഫീലായിട്ട് വരട്ടെ, മനസ്സിൽ നിന്ന് ഉള്ളിന്ന് വാ. തപ്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. എൻ്റെ വരുമ്പോൾ ശ്വാസം ഇച്ചിരി പോവും. പക്ഷെ മോനെ, മോൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് പാടുമ്പോൾ ഇതിനെക്കാട്ടി ശ്വാസം കിട്ടും ഇല്ലേ? പിന്നല്ല. അതാ ഞാൻ പറഞ്ഞത്. എനിക്കറിയാത്. ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങനെ. കാരണം ഒരു വേദിയിൽ നിന്ന് പാടുമ്പോൾ മാത്രമല്ല, 3-4 പേര് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക, എന്തോ ഉണ്ട് തെറ്റ് എന്ന് പറഞ്ഞ് പിടിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് നാച്ചുറലി അതൊക്കെ സംഭവിക്കും. കാറ്റൊക്കെ കുറച്ച് കുറയും, കുഴപ്പമില്ല. എന്തായാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. മോൻ കാച്ചി മുക്കി. താങ്ക് യു സർ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ ചേച്ചി. അർജുൻ മാം, പൊളിച്ചടുക്കി. താങ്ക് യു. സൂപ്പർ. താങ്ക് യു. താങ്ക് യു. നന്നായി പാടി മോനെ. താങ്ക് യു. കാരണം ഞാൻ അന്ന് എന്റെ മനസ്സിൽ ഇപ്പോഴും ആ തന്നി തൊട്ടിയ അത് ഒരു ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ആയിരുന്നു അർജുന്റെ. പിന്നെ
ഇപ്പൊ ഇതിന്റെ അകത്ത് നല്ല ഫീലോട് കൂടി പാടി, ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം ചില ഭാഗങ്ങളൊക്കെ ഞാൻ ആദ്യം ഈ പാട്ട് എടുത്തപ്പോൾ ഞാൻ വിദ്യാധരൻ മാഷിന്റെ പാട്ടല്ലേ, അപ്പം അതിനൊരു പ്രത്യേകതയുണ്ട് പാട്ടുകൾക്ക്. എത്രയോ പാട്ടുകൾ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, എത്രയോ പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ട്. മാഷ് പാടുന്നതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്, മാഷ് പഠിപ്പിച്ചു തരുന്നതിന്റെ രീതിയും അതൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷെ നല്ല സ്വീറ്റ് ആയിട്ട് പാടി. താങ്ക് യു മാം. പിന്നെ ഈ പറഞ്ഞ ഇപ്പം സാർ MG സാർ പറഞ്ഞ പോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മാം. ഓക്കെ, ഇനി എന്താ മാർക്ക് വേണ്ടേ? ചേച്ചി? അർജുൻ, Yes, ma'am. അർജുൻ ഈ ഒരു പെർഫോമൻസിന് 9.2. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ? അർജുനെ സാറേ 9 മാർക്ക്. താങ്ക് യു സാർ. ഷാനിക? താങ്ക് യു സാർ. ദേ കിടക്കും. MG സർ? ഞാൻ പറയട്ടെ, കാരണം എനിക്കിപ്പോ മാർക്ക് പറയാനുള്ള അവസരം കിട്ടുന്നില്ലല്ലോ. ചാൻസ് കൊടുക്കാം. പറയാനായിട്ട്. അതുകൊണ്ട് ശ്രീകുട്ടൻ ചേട്ടൻ എനിക്കൊരു ചാൻസ് തന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മാർക്ക് പറയാൻ വേണ്ടി. 9.2. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 27.4. താങ്ക് യു. അപ്പൊ താങ്ക് യു സോ മച്ച് ടിയ ആൻഡ് അദ്വിക് ആൻഡ് ഫാമിലി. അപ്പൊ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ ഇനി ഒരുപാട് അവാർഡ്സ് വാങ്ങാൻ പറ്റട്ടെ, കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അർജുന്റെ ആ ഒരു പാട്ടോടെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. പക്ഷെ അവൻ എന്തൊക്കെയോ കിളി പോയിരിക്കുകയാണ്. നമ്മുടെയും കിളി പോയി സർ. ഒരു കിളിയല്ല മക്കളെ, അവന്റെ ഒരു കിളി, ഇരുകിളി, മുക്കിളി, നാക്കിളി ഒക്കെ പോയി. 1 2 3 4. ഒരു കിളി, ഇരുകിളി, മുക്കിളി, നാക്കിളി, ഓലത്തുമ്പത്താടാൻ വാ, ഓലത്തുമ്പത്താടിയിരുന്നൊരു നാടൻ പാട്ടും പാടില്ല. ഉള്ളുന്ന വെയിലല്ലേ, വെയിലേറ്റുവാടല്ലേ, വന്നിട്ടനലിരുന്നാട്ടെ. ഉള്ളുന്ന വെയിലല്ലേ, വെയിലേറ്റുവാടല്ലേ, വന്നിട്ടനലിരുന്നാട്ടെ. ഒരു കിളി, ഇരുകിളി, മുക്കിളി, നാക്കിളി, ഓലത്തുമ്പത്താടാൻ വാ, ഓലത്തുമ്പത്താടിയിരുന്ന് നാടൻ പാട്ടും പാടില്ല. കാച്ചി മുച്ചി. കാച്ചി മുച്ചി.